ഹലോ. ഇപ്പോൾ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതേ ആ ബസ്സിലെ സംഭവമാണല്ലോ. പക്ഷേ ഈ ബസ്സിലെ സംഭവം കണ്ടപ്പോൾ ഒരിക്കലും എന്താണെന്നറിയോ, സന്തോഷമോ അല്ലെന്നുണ്ടെങ്കിൽ റീച്ച് കൂട്ടാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല കേട്ടോ. നിനക്ക് റീച്ച് കൂടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, നിനക്ക് തുണി അയച്ചിട്ടിട്ട് പുറത്ത് നിന്നാൽ മതി. നിനക്ക് എത്രയോ ഫോളോവേഴ്സ് കൂടും. നീ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചാൽ മതി, എത്രയോ റീച്ച് എനിക്ക് കൂടും. സത്യം ഉള്ള കാര്യം പറയണം. നിനക്ക് ഡ്രസ്സൊന്നും ഇല്ലാതെ കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ പ്രതീക്ഷിച്ച റീച്ചിലെത്തും, നീ പ്രതീക്ഷിച്ച ഫോളോവേഴ്സിനെ കിട്ടും, നീ വിചാരിച്ച എന്തും വൈറലാവാൻ നിനക്ക് നന്നായിട്ട് പറ്റും. ഇതിനെക്കാട്ടും നല്ലത് അതായിരുന്നു കേട്ടോ, തുണി അയച്ചിട്ടിട്ട് റോട്ടിലൂടെ പോകാനേ. പിന്നെ നീ പ്രതികരിച്ചപ്പം ആത്മഹത്യ ചെയ്യാല്ലേ, അയാളോ ശാപം പോയി എനിക്ക് തിന്നൂടടി. അയാളൊരു പിതാവാണ്, അയാളൊരു ഭർത്താവാണ്, അയാളൊരു ആങ്ങളയാണ്, അയാളൊരു മകനാണ്. പക്ഷെ നീ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അതിൽ നോക്കിയപ്പോൾ ഒരു തെറ്റൊന്നും തോന്നിയില്ല കേട്ടോ. അറിയാതെ നമ്മളെ മേലിൽ ഒരു കൈ തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ ട്രെൻഡും ഓടിയിട്ട് വീഡിയോ എടുത്തിട്ട് അയാൾ അപമാനിച്ച ശേഷം പിന്നെ നീ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാണിനൊരു പെണ്ണിനോട് തോന്നുന്ന ഒരു വികാരമുണ്ട്, അത് എല്ലാ പുരുഷന്മാർക്കും എല്ലാ സ്ത്രീകളോടും തോന്നണമെന്നൊന്നുമില്ല. ചില സ്ത്രീകളോട് തോന്നും. ഞാനടക്കമുള്ള പെണ്ണുങ്ങൾ ചിലപ്പം പ്രതികരിക്കും. ഞാൻ നല്ല പ്രതികരിക്കുന്ന ആളാട്ടോ, സോഷ്യൽ മീഡിയയിട്ട് അപമാനിച്ചിട്ടൊക്കെ ഉണ്ട്. വാസ്തവം ഉള്ള കാര്യത്തിന്, ഇല്ലാത്ത കാര്യത്തിനില്ല. നീ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഒന്നല്ല രണ്ടല്ല 3 വട്ടം ഒന്നും കൂടെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത്. നീ ഈ ഇടത് ഭാഗത്ത് നിന്നിട്ട് പിന്നെ വലത് ഭാഗത്തേക്കോ അങ്ങനെ എന്തോ മാറി നിന്നിട്ടാണ് നീ വീഡിയോ ചെയ്യണത്. നീ അങ്ങോട്ട് പോയി മുട്ടുന്നതായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. ആ വീഡിയോ ചെയ്യണ സമയത്ത് നിനക്ക് വൈറലാവാനാണോ? ഇപ്പം അയാളൊരു ജീവൻ പോയപ്പോൾ എനിക്ക് സംതൃപ്തിയായോ? നിനക്ക് തന്തയും തള്ളം പഠിപ്പിക്കണ കുറേ, പിന്നെ നിൻ്റെ തള്ളം തന്നി പഠിപ്പിക്കണ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഒരാണ് നമ്മളോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണ സമയത്ത്, കറണ്ട് പോയിട്ടാണ് ബിഹേവ് ചെയ്യുന്ന സമയത്ത് മാറി നിൽക്കാൻ പഠിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചോറല്ലൊക്കെ തിന്നണത്, നേരത്തെ കിട്ടുന്നല്ലേ ഈ തിന്നണത്. പ്രതികരിക്കണം ആവശ്യത്തിന് വേണ്ടി മാത്രം, അനാവശ്യത്തിനകത്ത് അതൊരാളെ ജീവൻ വെച്ചിട്ടോ കളിയാണ്. എല്ലാ പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ പുരുഷന്മാർക്കും എല്ലാതും സഹിക്കാനുള്ള കഴിവൊന്നുമില്ല. എല്ലാതും കഴിക്കാൻ എന്താ പറയുക, എല്ലാതും എന്താ പറയുക, ഉള്ളിൽ വെച്ച് നടക്കാനുള്ള കഴിവ് ആണുങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾ പറയും ആണുങ്ങൾ ഭയങ്കര കരുത്തന്മാരാണെന്നൊക്കെ. എല്ലാ ആണിനും ഉണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മാന്യതയൊക്കെ. ചില ആണുങ്ങൾക്ക് എന്ത് കേട്ടാലും എന്ത് ചെയ്താലും അവർക്ക് പബ്ലിക്കിന് മുന്നിൽ നാറിയാലും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആണുങ്ങളുണ്ട്. എൻ്റെ കണ്ണിൽ തന്നെ ഉണ്ട്, എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്തിട്ടും സമൂഹത്തിൽ മാന്യന്മാരായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ. പക്ഷേ ചില ആണുങ്ങൾക്ക് അതല്ല, സമൂഹത്തിൽ ഇറങ്ങിപ്പോയി നിൽക്കുന്ന സമയത്ത് അവരെ അപമാനിച്ചിട്ടുണ്ടെന്നാണ് അവർക്ക് താങ്ങാൻ പറ്റാനുള്ള കഴിവില്ലാത്ത ആൾക്കാർ നമ്മളെ സ്ത്രീകളെ പോലെ തന്നെയാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല ഇവിടെ നിയമമുള്ളത്, ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കണം. കാരണം സ്ത്രീകൾക്കൊരു പരിഗണന കൊടുക്കുന്നത്, അതവിടെ സ്റ്റോപ്പ് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് നിന്നെ പോലുള്ള കഴിപ്പുള്ള പെണ്ണുങ്ങൾക്ക് ഉള്ളത്. മനസ്സിലായല്ലോ? നിന്നെ പോലുള്ള സ്ത്രീകളെ ഈ പുരുഷന്മാരെ ശിക്ഷിക്കണ പോലെ ശിക്ഷിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മളെ ഇന്ത്യൻ ഭരണഘടന അതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. ഈ സ്ത്രീകളെപ്പോലെ തന്നെ വാല്യൂ ഉള്ള ആണുങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പോലുള്ള പെണ്ണുങ്ങളൊന്നും ബസ്സിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ട് അതിനങ്ങനെ ചെയ്ത്. പണ്ടൊക്കെ നമ്മളെ മേലിലൊരാണ് തൊട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഭയങ്കര പേടിയൊക്കെ, നമ്മളെ പാരൻസിനോടാണ് നമ്മൾ ഓടിപ്പോയി പറയാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, പ്രതികരിക്കാനുള്ള ശേഷിയില്ലേ, കൈയില്ലേ. പക്ഷേ ആ വീഡിയോയിലുള്ള ദീപക്കിന് കുറ്റം പറയല്ല കേട്ടോ. അയാളെ ബസ്സിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ മേലിൽ ഒരത്തി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മേലിൽ തട്ടിയിട്ടുണ്ടെന്ന് നിനക്കൊന്ന് മാറി നിന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ. പിന്നെ നിനക്ക് ആ പോയ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് ആ കുട്ടിക്ക് അച്ഛനെ കൊടുക്കാൻ പറ്റുമോ? ആ ചേച്ചിക്ക്, ആ പെണ്ണിന് തേച്ചൊന്നും വിളിക്കാനുള്ള പ്രായം ഉണ്ടാവില്ല, ആ സ്ത്രീക്ക് അതിൻ്റെ ഭർത്താവിന് തിരിച്ചു കൊടുക്കാൻ പോകും? അച്ഛനമ്മയ്ക്കും അല്ലെങ്കിൽ അവരെ പെങ്ങന്മാർക്കൊക്കെ അവരെ മകനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നുണ്ടല്ലോ, എന്തിനും കൊണകൊണ ഫെമിനിസ്റ്റുകളായിട്ട് നടക്കണുണ്ടല്ലോ, കൊണകൊണ വർത്താനാണ്ട് നിർത്തിക്കളാട്ടാ. അത് ഒരു രസമില്ല, എനിക്കങ്ങനെ രസമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ ഒതുക്കാൻ നിയമം ഇവിടെ നിന്നെ ശിക്ഷിച്ചാൽ മതി. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും കുറച്ചൊക്കെ കുറച്ച് മുന്നേ ഒരു പെണ്ണുണ്ടായിരുന്നു ബസ്സിൽ ഇങ്ങനെ ഒരാണ് ഇരിക്കുന്നത്. എവിടെ ആടോ ഇതൊക്കെ? നമ്മളെപ്പോലെ സ്ത്രീകൾക്ക് വായും തന്നിട്ടുണ്ട് കൈയും തന്നിട്ടുണ്ട്, അപ്പുറം പ്രതികരിച്ചാൽ മതി. ജീവൻ വെച്ചിട്ടുള്ള കളി നീ കളിച്ചത് ലോകത്ത് ഏറ്റവും വൃത്തികെട്ട കളിയാണ്. നായിൻ്റെ മോളെ എന്നല്ല എന്നെ വിളിക്കേണ്ടത്, എന്നെ വേറെ പലതുണ്ട്. അത് ഇവിടെ പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിക്കാൻ പറ്റാത്ത തെറികളാണ്. അത് ഞാൻ വിളിച്ചെന്ന് നീ അങ്ങ് വിചാരിച്ചു.
മനസ്സിലായില്ലേടി മറ്റോടത്തെ മോളെ? നിന്നെ ഫോളോവേഴ്സ് കൂടിയല്ലോ, നിനക്ക് കുത്തനെ ഫോളോവേഴ്സ് കൂടിയെന്ന് പറഞ്ഞു. ആ കൂടിയ കുത്തനെ എന്നെ ഉയർത്തിയ ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഞാനൊരു ഇത് പറയാം. എന്താ വെച്ചാൽ നാണുണ്ടോടോ നിങ്ങൾക്കൊക്കെ അവളെ പോയിട്ട് ഫോളോ ചെയ്യാൻ? വൃത്തികെട്ട ജന്മങ്ങൾ. നിയമങ്ങൾ മാറ്റിമറിക്കേണ്ടത് അത്യാവശ്യമായിക്കണം. അപ്പോൾ ആണുങ്ങൾക്കാണ് കൂടുതൽ എന്താ പറയുക സുരക്ഷിതത്വം ഇല്ലാത്തത് സ്ത്രീകളെ കൊണ്ട്. എന്തായാലും നിയമം ഒന്ന് മാറ്റിമറിച്ചേക്കാം. ബൈ.